വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് പ്ലാന്റ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾസിൽ വരുന്ന കുറച്ച് സ്പെഷ്യൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് മെയിൻലി. അപ്പം സെറ്റ് എക്സാമിന് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പം എപ്പോസ്പോറി എന്ന് പറയുന്നതിന് കുറേ ഡെഫിനേഷൻ, അതായത് ശരിക്കും എപ്പോസ്പോറിക്ക് ഒരു ഡെഫിനേഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം എപ്പോസ്പോറി എന്താണെന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ അപ്പോഗമീഡിയോ അപ്പോമിക്സിൻ്റെയോ അങ്ങനെ പരക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം അതിൽ അപ്പോസ്പോറിയുടെ ഡെഫിനേഷൻ ഏതാണ് അല്ലെങ്കിൽ അപ്പോഗമിയുടെ ഡെഫിനേഷൻ ഏതാണെന്നൊക്കെയാണ് സെറ്റ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ സെറ്റ് എക്സാമിന് മാത്രമല്ല BScക്കും MScക്കും ഒക്കെ പ്ലാന്റ് റീപ്രൊഡക്ഷനിൽ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരേ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവ ഓരോന്നും എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അതിനു മുന്നേ എന്താണ് ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? പ്ലാന്റിൽ നോർമൽ ആയിട്ടുള്ള പ്ലാന്റിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് ഈ ഒരു സൈക്കിൾ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കിളാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കും. ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്പോറോഫൈറ്റ് ആയിരിക്കും, അതറിയാലോ, ഡിപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ആ പ്ലാന്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സൊമാറ്റിക് സെൽസ്, ആ സൊമാറ്റിക് സെൽസിന് മിയോസിസ് നടന്നിട്ടാണ് ഫീമെയിൽ ഗമീറ്റും മെയിൽ ഗമീറ്റും ഉണ്ടാകുന്നത്. അതായത് പ്ലാന്റ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്, അതിലുള്ള സെൽസിന് മിയോസിസ് നടന്നിട്ട് ഇത് ഡിപ്ലോയിഡ് ആകുമ്പം ഉണ്ടാകുന്ന മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലേ, അവ N ആയിരിക്കും. അപ്പോൾ ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് സിംഗാമി എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഫ്യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് മെയിലും ഫീമെയിലും ഫ്യൂസ് ചെയ്യുക. അതിനെയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിംഗമി എന്നൊക്കെ പറയും. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്, അത് വേറെ ക്ലാസ്സിൽ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, സൈഗോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സൈഗോട്ട് എന്ന് പറയുന്നത് എന്താണ്, 2N ആണല്ലേ. അപ്പോൾ ഇവിടെ Nന്റെ കളികളാണ്. അവിടെ പ്ലാന്റിൽ സൊമാറ്റിക് സെല്ലിൽ ഒന്ന് മിയോസിസ് നടക്കുന്നുണ്ട്, മിയോസിസ് നടന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അവയുടെ ഫ്യൂഷൻ നടന്ന് വീണ്ടും ഡിപ്ലോയിഡ് ആകുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ കാണുന്ന സ്പോറോഫൈറ്റിക് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് നോർമൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഇത് കൂടാതെ പലതരത്തിൽ വേറെ സ്പെഷ്യൽ ടൈപ്പിലും അസെക്ഷുവൽ മെത്തേഡ് ആയിക്കോട്ടെ, അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പല രീതിയിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ പേരുകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അത് ഏത് ടൈപ്പാണെന്നൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിലോട്ട് പഠിക്കുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ അപ്പോസ്പോറിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോസ്പോറിയാണ്. അപ്പോൾ എന്താണ് അപ്പോസ്പോറി എന്ന് പറയുന്നത്? ഞാനിവിടെ ഒരു റെഡ് കളറിൽ ബ്രൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ മിയോസിസ് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ നോർമൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ കമ്പയർ ചെയ്തിട്ട് വേണം ഈ ഓരോ പ്രോസസ്സും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്പോസ്പോറി എന്ന് പറയുമ്പം, അവിടെ ഇറ്റ്സ് എ ഫോം ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. പ്ലാന്റിൽ കാണുന്ന ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. അവിടെ ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നത് ഡയറക്ട്ലി ഫ്രം ദ സെൽ ഓഫ് സ്പോറോഫൈറ്റ്. അതായത് സ്പോറോഫൈറ്റിലുള്ള സൊമാറ്റിക് സെൽസിൽ അവിടെ മിയോസിസ് നടന്ന് റിഡക്ഷൻ നടക്കുന്നില്ല. സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്, അതിൽ നിന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അവ സ്പോസിന്റെ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇല്ല. അതായത് ദ മീൻസ് ദാറ്റ് gametophyte which is typically developed from the spores emerges directly from the diploid sporophyte. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ആണ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് തന്നെയാണ് അപ്പോസ്പോറിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോസ്പോറി വിത്തൗട്ട് മിയോസിസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പോഗമിയാണ്. നേരത്തെ അപ്പോസ്പോറിയാണ്, അതായത് സ്പോറോഫൈറ്റിൽ നിന്ന് ഗാമിറ്റോഫൈറ്റ്, അതാണ് അപ്പോസ്പോറി. അപ്പോൾ ഗമി എന്ന് പറയുമ്പോൾ ഗമി എന്നാണ്. അപ്പോൾ ഗാമിറ്റോഫൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗാമിറ്റോഫൈറ്റിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടാകുകയാണ്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടെ ഫെർട്ടിലൈസേഷൻ ഓർ ദ ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ് നടക്കുന്നില്ല. അതായത് ഗമേറ്റോഫൈറ്റിൽ നിന്ന് മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്തിട്ടാണ് നോർമൽ ആയിട്ട് നടക്കുക. പക്ഷെങ്കിൽ അപ്പോഗമിയിൽ അവിടെ ഗമേറ്റിന്റെ ഫോർമേഷൻ ഒന്നും ഇല്ല. പകരം ഗാമിറ്റോഫൈറ്റിന്റെ അസെക്ഷുവൽ ആയിട്ടുള്ള നോൺ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന്, ആ ഒരു പ്ലാന്റിന്റെ വേറെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന് ഡയറക്ട്ലി സ്പോറോഫൈറ്റിലേക്ക് മാറുകയാണ് ചെയ്യുക. അവിടെ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ഗമേറ്റ് ഒന്നും ഇല്ല. വേറെ ഏതെങ്കിലും നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സ്പോറോഫൈറ്റ് ഉണ്ടാകും. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അപ്പോസ്പോറിയിൽ മിയോസിസ് നടക്കുന്നില്ല, അപ്പോഗമിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഓർത്ത് വെക്കേണ്ടത്.
ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആംഫിമിക്സിസ് ആണ്. അപ്പോമിക്സിസ് അല്ല, ആംഫിമിക്സിസ്. അപ്പോൾ ഈ ഒരു ആംഫിമിക്സിസ് എന്ന് പറയുന്ന ടേം ന്യൂ ആയിരിക്കും, പക്ഷേ ഇത് ആക്ച്വലി നോർമൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് തന്നെയാണ്. അതായത് അപ്പോമിക്സിസ് എന്ന് വെച്ചാൽ അവിടെ ഗമേറ്റിന്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. മെയിൽ ഗമേറ്റും ഉണ്ടാകുന്നുണ്ട്, ഫീമെയിൽ ഗമേറ്റും ഉണ്ടാകുന്നുണ്ട്. അവ കമ്പൈൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നുണ്ട്. അവിടെ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്, അതായത് മിയോസിസ് നടക്കുന്നുണ്ട്, അവിടെ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നുണ്ട്. രണ്ട് പാരന്റിൽ നിന്നുള്ള ജനറ്റിക് വേരിയേഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഓസ്പ്രിങ് ആണ് ഉണ്ടാകുന്നത്. സാധാരണയുള്ള നോർമൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ വേറൊരു പേരാണ്, അതിന്റെ സിനോണിമാണ് ആക്ച്വലി ആംഫിമിക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ആംഫിമിക്സിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് എന്തോ ഒരു പുതിയ ടേം ആണെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇതൊക്കെ കൺഫ്യൂഷന് കാരണമാകുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർത്തനോജെനിസിസ് ആണ്. അതിനു മുന്നേ അപ്പോമിക്സിസ് എന്താണെന്ന് ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അപ്പോമിക്സിസ് എന്ന് പറയുന്നത് അപ്പോസ്പോറി തന്നെയാണ്. അതായത് അപ്പോമിക്സിസ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ കൺസെപ്റ്റ് ആണ്. ആ ഒരു ബ്രോഡർ കൺസെപ്റ്റിൽ വരുന്ന ചെറിയൊരു സ്പെസിഫിക് പോർഷൻ ആണ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് മെയിൻലി നടക്കുന്നത് ഈ ഒരു ഫേൺസിലൊക്കെയാണ്, ടെട്രോഫൈറ്റിൽ വരുന്ന ഫേൺസിലൊക്കെയാണ്. സോ അപ്പോമിക്സിസ് വന്നാലും അപ്പോമിക്സിസ് വന്നാലും അപ്പോസ്പോറി വന്നാലും സിമിലർ തന്നെയാണ്. അവിടെ ഗമേറ്റിന്റെ ഫ്യൂഷൻ നടക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. സോ നമുക്ക് പാർത്തനോജെനിസിസ് എന്താണെന്ന് നോക്കാം. പാർത്തനോജെനിസിസ് എന്ന് വെച്ചാൽ ഇതും ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. അവിടെ ആരുടെ ആവശ്യമില്ല, മെയിൽ ഗമേറ്റിന്റെ ആവശ്യമില്ല. ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള എഗ്ഗിൽ നിന്ന് തന്നെ നേരിട്ട് സ്പോറോഫൈറ്റ് ഉണ്ടാകും. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, മെയിലും ഫീമെയിലും ഫ്യൂസ് ചെയ്യാണ്. ആ ഒരു ഫ്യൂഷൻ നടന്ന സിംഗമി നടന്ന അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഇവിടെ മെയിലിന്റെ ആവശ്യമില്ല, ഫീമെയിൽ മാത്രം മതിയാകും. അപ്പൊ അവിടെ ജനറ്റിക് സിമിലാരിറ്റി ഉണ്ടാവും. എന്തുകൊണ്ടാ, നമ്മൾ ഉണ്ടാകുന്ന ആ ഒരു ഓസ്പ്രിങ്സ് ഒക്കെ നമ്മളുടെ ഫീമെയിൽ മദറുമായിട്ട് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, മദറുമായിട്ട് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പോൾ ഇവ കൊണ്ടുള്ള ഒരു അഡാപ്റ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പോപ്പുലേഷനിൽ മെയിൽസ് സ്കെയേഴ്സ് ആണ്, മെയിൽസ് ആബ്സെന്റ് ആണെന്നുള്ള ആ ഒരു കേസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള കേസിൽ ഫീമെയിൽസ് ഒറ്റയ്ക്ക് തന്നെ അവർ റീപ്രൊഡക്ഷൻ നടത്തും. അവരുടെ എഗ്ഗിൽ നിന്ന് നേരിട്ട് ഓസ്പ്രിങ്സിനെ ഉണ്ടാക്കുകയാണ്. അതാണ് പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പം മെയിൻലി ചില ഫിഷിലും ലിസാർഡ്സിലും ഒക്കെയാണ് ഈ ഒരു പാർത്തനോജെനിസിസ് മെയിൻലി കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർത്തനോകാർപ്പി ആണ്. പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുക. പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡെവലപ്പ് ചെയ്യാം. മനസ്സിലായല്ലോ. പാർത്തനോകാർപ്പി is the development of fruit without fertilization resulting in seedless fruit. സീഡ് ഇല്ലാത്ത വിത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, സീഡ് ഇല്ലാത്ത വാട്ടർമെലൺ കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾക്ക് ഈ ഒരു പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നാച്ചുറലി പ്ലാന്റ്സിൽ, ചില പ്ലാന്റ്സിൽ നാച്ചുറലി, ബനാനയും ഫിഗും പോലെയുള്ള പ്ലാന്റ്സിൽ നാച്ചുറലി ഒരു പാർത്തനോകാർപ്പി പ്രസന്റ് ആണ്. അതുകൂടാതെ നമ്മൾക്ക് ഈ ഒരു ജിബർലിൻസ് ആൻഡ് ഓക്സിൻ പോലെയുള്ള ഫൈറ്റോ ഹോർമോൺസ് വെച്ചിട്ട് ആർട്ടിഫിഷ്യലി പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്പും കുക്കുംബറും വാട്ടർമെലനും ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എന്താ, ഒരു ഫ്ലവർ, ആ ഫ്ലവറിൽ ഓവറി ഉണ്ടാകും. ആ ഓവറിയിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകുകയാണ്. ആ ഫ്രൂട്ടിന് പോളിനേഷന്റെ ആവശ്യമില്ല. പോളിനേഷൻ നടക്കാതെ, പോളിനേഷൻ എന്ന് വെച്ചാൽ അവിടെ മെയിൽ ഫീമെയിൽ ഗമേറ്റിന്റെ ആവശ്യമില്ല, ഫീമെയിൽ ഗമേറ്റ് മാത്രം മതി. അവിടെ പോളിനേഷൻ നടക്കാതെ ഓവറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്, കാർപ്പസ് അല്ലെങ്കിൽ കാർപ്പിൽ എന്ന് പറയുന്നത് ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത് എന്താ, ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പം പാർത്തനോകാർപ്പിയിൽ ബെനിഫിറ്റ് ആർക്കാണ്, അതായത് ചില അഗ്രികൾച്ചറൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫ്രൂട്ട് പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് പോളിനേറ്റേഴ്സിന്റെ ആബ്സെൻസിലും, പോളിനേറ്റേഴ്സ് കുറഞ്ഞ സ്ഥലത്താണെങ്കിലും ഇത്തരം ആൾക്കാരെ, ഫ്രൂട്ട്സിനെ നമുക്ക് കൃഷി ചെയ്ത് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതാണ് പാർത്തനോകാർപ്പിയും പാർത്തനോജെനിസിസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.